ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള മാങ്ങ അച്ചാറുമായിട്ടാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് മൂത്ത മാങ്ങയാണ്. നന്നായിട്ട് മൂത്ത മാങ്ങ തന്നെ നമ്മൾ അച്ചാർ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാങ്ങ നല്ല തൊണ്ട് കട്ടിയുള്ളതാണെങ്കിൽ മാത്രം തൊലി ചെത്തി കളയുക, അല്ലെങ്കിൽ തൊലിയോട് തന്നെ നമുക്ക് നമ്മുടെ മാങ്ങ കട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയതോ അത്രയ്ക്ക് നല്ല ഹാർഡായിട്ടുള്ള തൊലിയല്ല, അത് കാരണം ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് നമ്മുടെ മാങ്ങ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് എല്ലാം അരിഞ്ഞു വയ്ക്കാം. ഇപ്പം എന്താ, നമ്മുടെ മാങ്ങയെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ മാങ്ങയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഉപ്പ് കൂടി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയും നമ്മുടെ ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ വച്ചിരിക്കണം. അപ്പം നമ്മുടെ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വരും. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയിൽ ഉപ്പ് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ഒരു കപ്പോളം മതിയാവും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ മാങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാനാണ്. തിളപ്പിച്ച വെള്ളം അങ്ങനെയും നമ്മുടെ അച്ചാറിലേക്ക് ഒഴിക്കരുത്. അത് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നേരത്തെ നമ്മുടെ വെള്ളം തിളപ്പിച്ച് ആറാൻ വേണ്ടി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ചില്ലി തന്നെ 5 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. അത് നമുക്ക് മുളക് പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. അത് നമുക്കിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ഒരു 50 മില്ലിയോളം എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കറിവേപ്പില. ഇനി തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ മാങ്ങ കഷ്ണങ്ങളെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയിലും ഉലുവപ്പൊടിയിലും കായപ്പൊടിയിലൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച ആറിയ വെള്ളം.
കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. ഞാനൊരു 1/4 കപ്പോളം ചേർത്തിട്ടുള്ളൂ. ഒത്തിരി ലൂസാകണ്ട നമ്മുടെ അച്ചാർ. നമ്മുടെ മാങ്ങയിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ ഒത്തിരി വെള്ളമായി പോയാൽ നമ്മൾ സദ്യയിൽ വിളമ്പുമ്പോൾ ഇലയിൽ തന്നെ ഇരിക്കണം, ഒഴുകി പോകരുത് നമ്മുടെ അച്ചാർ. ആ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ചേർത്താൽ മതി. ഇനി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓണത്തിന് മാങ്ങാച്ചാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണേ. തീ ഓഫ് ആക്കിയ ശേഷം മാത്രം മുളക് പൊടിയൊക്കെ ചേർക്കുക. പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നമ്മൾ ഓണത്തിന് തലേദിവസം മാത്രം ഉണ്ടാക്കി വെക്കുക. നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കണില്ല, അത് കാരണം തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തലേദിവസം തന്നെ ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക. നേരത്തെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.